ഹായ് ഹലോ. അപ്പോൾ ഇന്നാണ് ഞാൻ കാത്തിരുന്ന ആ ഒരു ദിവസം റൂം മേക്ക് ഓവർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളും കൂടി ഉണ്ട് ഗസ്റ്റിന്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ റൂമിൻ്റെ ഡിസൈനർ കണക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ റൂമിൽ മുഴുവൻ കാര്യങ്ങളും അവളാണ്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ചെയ്താൽ മതി. മീൻസ് നീയാണ് ഈ റൂം ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. മീൻസ് എങ്ങനെയാണ് എവിടേക്കാണ് വെക്കേണ്ടത് ഫുൾ നീ തന്നെ ചെയ്താൽ മതി. കാരണം എനിക്കറിയാം ഞാൻ ചെയ്താൽ ഞാൻ ഇതിന് മുമ്പൊക്കെ റൂം മേക്ക് ഓവർ ചെയ്ത ആ ഒരു ടച്ച് ഇതിനും വരും, ആ ഒരു സിമിലാരിറ്റി ഇതിനും വരുന്നതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു അത് വേണ്ട, അത് അങ്ങനെ ചെയ്താൽ ഫുൾ കൊള്ളാമെന്ന് അറിയാമായിരുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അതേ ടച്ച് ഇതിലോട്ട് വന്നാൽ ശരിയാവില്ല. അപ്പോൾ വേറൊരാൾ ചെയ്യുമ്പോൾ ആളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേറൊരു വെറൈറ്റി ആവുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ റൂമിലായതിന് അവൾ പറയണ്ടേ ഒരു കാര്യം നീ ചെയ്യണ്ടെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ മുകളിൽ മറ്റേ റൂഫിൽ തൂക്കേണ്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ അതിന് തൂക്കി വെച്ചു. കാരണം വെച്ചാൽ തൂക്കാൻ രണ്ട് കാരണമുണ്ട്. ഇവൾ വരുമ്പോഴത്തേക്കും കുറേ ടൈമായിരുന്നു, ഞങ്ങൾ പറഞ്ഞ ടൈമിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആ ഒരു തൊരകൊണ്ട് ഞാൻ ആദ്യം ഫിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറേ സാധനങ്ങളായതുകൊണ്ട് മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ അവൾ വന്നാൽ പിന്നെ ആ ഒരു ലാഡറൊക്കെ പിടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് അവൾ വരുന്നതിന് മുമ്പേ ഞാൻ ചെയ്ത് വെച്ചു. പിന്നെ അവൾ ആയതിനെ പറയണ്ടേ ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ അത് വെച്ചപ്പോൾ വരെ അവൾ എന്തിനാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഓരോന്ന് ഫിറ്റ് ചെയ്യുന്നു. മീൻസ് ഇത് ഫിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പെക്ക് ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ അത്രയും സന്തോഷമാണ്. പിന്നെ ഈ ഒരു സാധനം നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഞാൻ പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് വേറെ സ്ഥലത്തോട്ട്. കാരണം എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല ഈ ഒരു ഭാഗത്ത് വെച്ചപ്പോൾ. അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്തോട്ട് ഒരു കോർണറിലോട്ട് മാറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവൾ വന്നപ്പോൾ തന്നെ 12 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വെള്ളയാണ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഈ വാൾ പോസ്റ്റേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊക്കെ റീസണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്നത് ആ ടൈമിൽ ഒരു 12 മണിയായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ ആ ടൈമിൽ പിന്നെ പെട്ടെന്ന് പിടിച്ച് 12 മണിക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അവൾ വരുന്നുണ്ടെന്നും കൂടി പറഞ്ഞപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് ഫിക്സ് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫിക്സ് ആക്കിയപ്പോൾ ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഇതൊക്കെ 12 മണിക്ക് ഇരുന്ന് ചെയ്തത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിയത്തെ റൂമിൽ ചെയ്ത വാൾ പോസ്റ്റേഴ്സ് ആയിരുന്നു പ്രിൻ്റ് ഔട്ടാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല. പിന്നെ ഈ സാധനം ഞാൻ ഒഴിവാക്കിയില്ല. കാരണം ഇതിലുള്ള ഒരു കോഡുണ്ട്, ക്ലിയർ അല്ല. ബട്ട് ഇതിൽ ഏതൊരു കോഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് അത്രയും ഇഷ്ടമായൊരു കോഡായിരുന്നു. ഞാൻ പിന്നെ അത് ഒഴിവാക്കിയില്ല. എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഭാഗത്തോട്ട് ഷിഫ്റ്റായി. അപ്പോൾ ഇത് ഇവിടെയാണ് ഷിഫ്റ്റ് ആക്കിയത്. പിന്നെ ഇതും കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെയാണ് കണ്ടില്ല ഇത്രയും കുഞ്ഞതാണ്. ഞാൻ പ്രിൻ്റ് ചെയ്തപ്പോൾ അയാൾ ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് തന്നത്. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞതായിപ്പോയി. അപ്പം എന്നാലും ഇത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഫാമിലി ഫോട്ടോസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു വിഷ്വൽസും ഇനി ബാക്കിയൊന്നുമില്ല, എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ കുറച്ച് മഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങൾ ജനാലൊക്കെ തുറന്നിട്ട് നല്ല കൂളായിട്ട് ഓരോന്ന് ചെയ്യായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കോട്ടണുള്ളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ കുറച്ച് ചിലപ്പോൾ അത്ര അങ്ങോട്ട് നല്ല ക്ലിയർ ആവില്ല. കാരണം ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പണിയാകുമ്പോൾ ഞാനൊരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക, ഒരു കൈ കൊണ്ട് ബാക്കി പണി ചെയ്യുക, അങ്ങനെയാണ്. അതുകൊണ്ട് ചിലതൊന്നും നന്നായിട്ട് ക്ലിയർ ആവില്ല. സോറി, അതെനിക്ക് പിടിക്കാൻ ട്രൈപോഡ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ അതൊന്നും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ട്രൈപോഡിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് പിടിക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഞങ്ങൾ പിന്നെയാണ് ഓർത്തത് സത്യം പറഞ്ഞാൽ അയ്യോ വീഡിയോ എടുക്കാൻ മറന്നുമല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഷെൽഫിൽ ഓരോരോ രീതിയിലായിട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കറണ്ട് വരാൻ വെയിറ്റ് ചെയ്തിട്ടായിരുന്നത്. ഒരു റൂം ഫുള്ളായിട്ടുള്ള ലൈറ്റ് ഇല്ല. എന്നാലും ഞാൻ വിചാരിച്ച ആ ഒരു പോർഷൻ ഞാൻ ഈ ഒരു പോർഷനിൽ എന്തായാലും വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്തായാലും കിട്ടി. ടേബിളിൻ്റെ മേലോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓക്കെയാണ്. ഇനി കുറച്ചുകൂടി വലുത് വാങ്ങിയിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക എങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈബിൽ തന്നെ എനിക്ക് ഇരുന്നിട്ട് ജേർണിങ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവൾ വീഡിയോ എടുത്ത് തന്നു അവൾ. അപ്പോൾ ഞാൻ മുകളിൽ നിന്നുള്ള ആംഗിളൊക്കെയാണ് അവൾ എടുത്തത്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എന്തായാലും ട്രൈപോഡ് വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ആംഗിളിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഇവളെടുത്തപ്പോൾ മുകളിൽ നിന്നുള്ള ആംഗിളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജേർണിങ് ചെയ്യുന്ന ടൈമിൽ മെയിൻ ടെൻഷൻ എന്താ വെച്ചാൽ ഏത് തീം ചെയ്യുന്നത്, വിൻറ്റേജ് വേണോ, പിന്നെ ഒരു ക്യാൻഡി തീം വേണം, അങ്ങനെ എന്തായാലും എനിക്കറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു തീമൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നമുക്ക് കോൺസെപ്റ്റ് എന്താ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഇന്നത്തെ ഒരു ഇത് പറഞ്ഞാൽ റൂമിക്കോ ഞങ്ങൾ 2 പേരുള്ളൊരു വൈബായിട്ടുള്ള ഡേ ആയിരുന്നു ഇന്ന്. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇന്ന് ഞങ്ങൾ ഈ ഇത് എടുക്കുന്ന ടൈമിൽ ഞങ്ങളെന്തോ രാത്രി ടൈമിലെന്തോ 6 മണിയോ എന്തോ ടൈമായിരുന്നു. അപ്പം അവൾക്ക് സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവൾ പിന്നെ ഒരു 7 മണി ആ ടൈം ആയപ്പോഴാണ് പോയത്.
എന്നിട്ട് ഞങ്ങളിത് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു എന്ത് കോഡ്സ് എഴുതണമെന്ന്. ഇതിൽ കോഡ്സ് എഴുതണമെന്നുണ്ടായിരുന്നു. സാധാരണ ഞാൻ കോഡ്സ് ഒന്നും എഴുതലില്ല കേട്ടോ, ചിലപ്പോൾ എഴുതലുള്ളൂ. അപ്പോൾ കോഡ്സ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് കോഡ്സ് ചെയ്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും നല്ല ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്ന എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും എഴുതണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഓർമ്മ കിട്ടണില്ല. അപ്പം ഞാൻ ആദ്യം 2 ഫ്രണ്ട്സ് എന്ന് എഴുതിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴാണ് പിന്നെ ഓർത്തത് വീഡിയോൻ്റെ കാര്യം. അപ്പോൾ അവൾ കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് നമുക്ക് ഇനി ജെമിനിയോട് ചോദിച്ചിട്ട് ബാക്കി എഴുതാനൊക്കെ പറഞ്ഞു. അത് എഴുതിയതൊരു മറ്റേ നമ്മളുടെ സ്കൂൾ പൂട്ടിയ ടൈമിൽ ഒരു ചെറിയ ജേർണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളത്തെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രിൻ്റ് ഔട്ടൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ചെറിയൊരു ജേർണലിങ്. അപ്പോൾ അതിലുള്ള ബാക്കി പീസായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതിനെന്തായാലും യൂസ്ഫുള്ളായി. അപ്പോൾ ഇതിൽ എന്ത് ചെയ്തെന്ന് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ചെറിയ ജേർണലിംഗ് ആണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു വൈബിലിരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 2 ഫ്രണ്ട്സ് എന്നിങ്ങനെ എഴുതി നിർത്തി. പക്ഷേ ബാക്കി എന്ത് എഴുതും അങ്ങനെ ഒരു ഇതും ഇല്ല. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ എഴുതിയതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞാൽ നിർത്തി, നമുക്ക് ജെമിനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി എഴുതാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് പിന്നെ ബാക്കി ജെമിനി പറഞ്ഞ മാതിരി നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.